സിനിമകൾ പലതും വിജയിക്കുന്നു, പലതും പരാജയപ്പെടുന്നു അല്ലേ? പല സിനിമകൾ പ്രേക്ഷകർ സിനിമ കണ്ട് വിധി എഴുതുന്ന കൃത്യതയോടുകൂടിയാകും. പണ്ടത്തെ പ്രേക്ഷകരിൽ നിന്ന് ഒത്തിരി മാറി പ്രേക്ഷകർ, സോഷ്യൽ മീഡിയയുടെ ഒരു വരവും എല്ലാം കൊണ്ട്. എങ്ങനെയാണ് ഒരു സിനിമയുടെ വിജയപരാജയം പ്രേക്ഷകരിൽ നിന്നുണ്ടാവുമ്പോൾ നിഖിലയ്ക്ക് തോന്നാറുള്ളത്? എങ്ങനെയാണ്? വെറുതെ റിവ്യൂ പറയുന്ന ആളുകളുണ്ടാവും, സത്യസന്ധമായ റിവ്യൂ പറയുന്നുണ്ട്. എങ്ങനെയാണ് നിഖില ഉൾക്കൊള്ളുന്നത്? സിനിമ നമ്മൾ ചെയ്യുന്നത് വരെ അത് നമ്മളുടെ കയ്യിലുള്ള ഒരു കാര്യമുള്ളൂ. അത് റിലീസായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് ഹിറ്റാവുന്നത്, അല്ലെങ്കിൽ അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന സിനിമകളാണ് ഹിറ്റാവുന്നത്. അതിപ്പോൾ ഇറങ്ങിയ സിനിമകളിൽ ഹിറ്റായ സിനിമകൾ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടാത്ത സിനിമ ആയിരിക്കാം. പക്ഷേ ഒരു മെജോറിറ്റി ഓഫ് ഓഡിയൻസിന് ഇഷ്ടമാവുന്നത് കൊണ്ടാണ് ആ സിനിമ ആൾക്കാർ പോയി തിയേറ്ററിൽ കാണുന്നത്, അത് വിജയിപ്പിക്കുന്നത്. അപ്പോൾ ജയം പരാജയം എന്നൊക്കെ പറയുന്നത് ഇപ്പം ഈ സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിഷ്ണുവേട്ടൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടാണ് നമ്മൾ ഈ സിനിമ റിലീസ് ചെയ്യുന്നത്. പിന്നെ ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഇത്ര ചിലവാക്കി, അല്ലെങ്കിൽ ഇത്ര ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചു എന്ന് പറയുന്നതൊന്നും അതിനുശേഷം വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിനുശേഷം അതെപ്പോഴും അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ ഭാഗമാവുക എന്ന് വിചാരിച്ചിട്ട് സിനിമകൾ ചെയ്യാറുണ്ട്. ഞാൻ ഇപ്പം നുണക്കുഴിയൊക്കെ ഞാൻ ചെയ്തതാണെങ്കിൽ എനിക്കറിയാം ആ സിനിമയ്ക്കൊരു കമേഴ്ഷ്യൽ പ്ലേസ്മെൻ്റ് ഉണ്ട്. ആ സിനിമ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. ആ സിനിമ അവരതിനെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യും. ആ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണും. ഒരുപാട് ആൾക്കാർ കാണുന്ന സിനിമയിൽ, അല്ലെങ്കിൽ ഒരു ഹിറ്റ് സിനിമ എന്ന് പറയുന്നതിൽ ഞാൻ പോയി ഒരു ചെറിയ റോൾ ചെയ്തു കഴിഞ്ഞാലും, ആരും കാണാത്തൊരു സിനിമയിൽ ഞാനൊരു വലിയ റോള് ചെയ്തു കഴിഞ്ഞാലും എനിക്കതിൽ വ്യത്യാസമുണ്ട്. കാരണം എൻ്റെ ആരും കാണാത്ത സിനിമ ആരും കാണില്ല, എൻ്റെ എഫേർട്ട് മാത്രമേ അതിലുണ്ടാവുള്ളൂ. അപ്പോൾ എപ്പോഴും ഒരുപാട് ആളുകൾ കാണുന്ന സിനിമയുടെ ഭാഗമാവുക എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം. എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ആഗ്രഹം കണ്ടന്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളുടെ ഭാഗമാണെന്നാണ്. അപ്പോൾ അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് പോലുള്ള സിനിമകൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ളൂ. അല്ലാതെ നാളെ അത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല, ഞാനത് നന്നായിട്ടല്ലേ ചെയ്തത് എന്ന് പറയുന്നത് നമ്മുടെ ആ പോയിന്റിന് അവിടെ പ്രസക്തിയില്ല. അതിനുശേഷം അതെപ്പോഴും അത് ഓഡിയൻസിൻ്റെയാണ്. ആ സിനിമ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് അതെന്താണോ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഓഡിയൻസാണ്. അപ്പോൾ അവർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നു, അവർക്ക് എന്ത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ്. അതൊരു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സിനിമ ഇഷ്ടപ്പെട്ടില്ല, അത് അവരങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ. അതെന്താ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടാഞ്ഞ്, ഞങ്ങളൊക്കെ അഭിനയിച്ചല്ലേന്നൊന്നും ഞാൻ പറയില്ല. എനിക്കത് ഓക്കെയാണ്, ഞാനത് ഉൾക്കൊള്ളും. കാരണം പറഞ്ഞില്ല, അത് അവർക്കാണ് ഇഷ്ടപ്പെടുന്നത്, എനിക്കല്ല ഇഷ്ടപ്പെടുന്നത്. നമ്മൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയാണ് നമ്മൾ സിനിമകൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുന്ന കഥ, ഇപ്പോൾ നിഖില പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് വ്യക്തമായി, നമ്മൾ ചെയ്യുന്ന ചെറിയ കഥാപാത്രമാണെങ്കിലും അത് സിനിമ എന്തോരം ഓഡിയൻസ് ഏറ്റെടുക്കുമ്പോഴാണ് ചെറിയ കഥാപാത്രത്തിനും ഒരു വാല്യൂ വരുന്നുള്ളൂ. അപ്പം ചില സിനിമകളിൽ ഇപ്പോൾ നമ്മൾ ഇപ്പം നുണക്കുഴിയാണെങ്കിലും ശരി, ഇപ്പോൾ ജാതിജാതകമൊക്കെ വരുന്നതിൽ നമ്മൾ ആ സിനിമയുടെ പാർട്ടാവുന്നത് ആ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ നുണക്കുഴിയിലാണെങ്കിൽ അവരെന്നെ വിളിക്കുന്നത് അത് ഇങ്ങനെ ഒരാൾ വന്ന് ചെയ്താൽ നന്നാവും എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അവർക്ക് ആ സിനിമ, എൻ്റെ ബേസിക് ഇതെന്ന് പറയുന്നത്, എനിക്ക് ഞാൻ ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്. അപ്പോൾ സിനിമയെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എല്ലാ കാലത്തും ചെയ്യണം എന്നുള്ളത് തന്നെയുള്ളൂ. സപ്പോർട്ട് ചെയ്യണം, അത് തന്നെയാണ് ഏറ്റവും വേണ്ടതും. സിനിമ നമുക്കും സിനിമയാണ്, നമ്മളും സിനിമ കൊണ്ട് ജീവിക്കുന്നവരാണ്. ഞാൻ ഉൾപ്പെടെ ഉള്ള സിനിമ കൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ സിനിമയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. തീർച്ചയായിട്ടും കുറേ കഥാപാത്രങ്ങൾ ചെയ്തു, നമ്മൾ പല വെറൈറ്റി കഥാപാത്രം ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നല്ല കഥാപാത്രം കുറച്ച് ആളുകളായിട്ട് സിനിമയിൽ നിന്ന് മാറി നിന്നതുപോലെ എനിക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണ് അതറിയില്ല, ഒരു പക്ഷേ എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കൈൻഡ് ഓഫ് ചിത്രങ്ങൾ ചിലപ്പോൾ എന്നിലേക്ക് വരാഞ്ഞതുകൊണ്ടായിരിക്കാം. ലാസ്റ്റ് റിലീസ് ചെയ്ത തലവനാണ്. ഈ പറഞ്ഞതുപോലെ എനിക്ക് അധികം സ്ക്രീൻ സ്പേസോ കാര്യങ്ങളോ ഒന്നും തലവനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ പോലും ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എനിക്കിഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു ഇമോഷൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെയ്ത മൂവിയായിരുന്നു തലവൻ. അതങ്ങനെ തന്നെയാണ് ഭവിച്ചത്. കാരണം ചെറിയൊരു പോർഷൻ ആണെങ്കിൽ പോലും കണ്ടവരൊക്കെ വളരെ നല്ല അഭിപ്രായം എന്നെ പേഴ്സണലിയും അല്ലാണ്ടും പറഞ്ഞൊരു ചിത്രമായിരുന്നു അത്. അപ്പോൾ ഒരിക്കലും 2 മാസം അല്ലെങ്കിൽ 3 മാസമായി അല്ലെങ്കിൽ 6 മാസമായി എനിക്ക് സിനിമ ഒന്നും ചെയ്തില്ല, അപ്പോൾ ഏതെങ്കിലും വന്നത് ചെയ്യാം എന്നുള്ളൊരു സംഭവം ഇതുവരെ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി എന്തോ എന്നിലേക്ക് വന്നിട്ടില്ല. എനിക്ക് വരുന്ന ചിത്രങ്ങളിൽ ഓക്കെ ഇതെനിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ നന്നായിരിക്കും, ഒരു സീനാണെങ്കിലും ഇത് കണ്ടിറങ്ങുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ അനുശ്രീ ചെയ്ത കഥാപാത്രം ഉണ്ടാകും എന്ന് തോന്നുന്ന ചിത്രങ്ങളാണ് ഇതുവരെ
ചെയ്തിട്ടുള്ളത്. അപ്പം എത്ര നാളായി ഞാൻ പടം ചെയ്തു എന്നുള്ളൊരു ഗ്യാപ്പ് ഞാൻ ആലോചിക്കാറില്ല. ചിലപ്പോൾ അതൊക്കെ നോക്കണമായിരിക്കാം, അല്ലെങ്കിൽ ആൾക്കാർ മറന്നു പോകുമായിരിക്കാം, അറിയില്ല. പക്ഷെ എപ്പോഴും മുന്നേ മുതലേ എനിക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സാണ് ചെയ്തിട്ടുള്ളത്. അല്ലാണ്ട് അയ്യോ ഞാൻ 5-6 മാസമായല്ലോ പടം ചെയ്തിട്ട്, അല്ലെങ്കിൽ കയ്യിലെ കാശ് തീർന്നല്ലോ എന്ന് നോക്കിയിട്ട് മൂവി വന്നത് വരട്ടെ ചെയ്യാന്നുള്ള രീതിയിൽ ഇതുവരെ എന്തോ പടം ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇഷ്ടമാവുന്ന കഥാപാത്രങ്ങൾ അതിന് എന്തൊക്കെയാണെങ്കിലും ഓക്കെ, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ പുതിയ ആൾക്കാരായിരിക്കുമെന്നോ പേയ്മെന്റ് കുറവാണെന്നോ അതൊന്നും നോക്കാണ്ട് ചെയ്യാറുമുണ്ട്. ഈ സിനിമ ഈ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കഥാപാത്രം ചെയ്യുന്നു, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന രീതിയിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുസരിക്കുണ്ടാകും? കാരണം വെച്ചാൽ പല രീതിക്കും അനുസരിയുടെ പ്രതികരണങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ ചോദിച്ചാണ്, പ്രതികരണങ്ങൾ വരാറുണ്ട്. ഉണ്ടാവാം, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ എന്റെ പ്രവൃത്തികളോ ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. സിനിമയിലും കുടുംബത്തിലും കൂട്ടുകാർക്കിടയിലും ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അവർ മാറ്റി നിർത്തുന്നുണ്ടാവാം, എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയോ എൻ്റെ ചെവി കൊണ്ട് ഞാൻ ഒരാൾ പറയുന്നതോ ഞാൻ കേട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് അതിനെ പറയാൻ അങ്ങനെ പറ്റില്ല. അയാൾ അല്ലെങ്കിൽ ഇന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ എന്നെ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ ഇഷ്ടപ്പെടാണ്ട് മാറ്റി നിർത്തുന്നവരുണ്ടാവാം. അതൊന്നും അങ്ങനെ അറിയില്ല. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. ഇല്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടോ എൻ്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടിട്ടോ ഇല്ല. പക്ഷെ ഉണ്ടാവാം, ചിലപ്പം എവിടെയെങ്കിലും ഒക്കെ പേര് വരുമ്പോൾ അയ്യോ അനുശ്രീ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നുണ്ടാവാം. ഇല്ലെങ്കിൽ എൻ്റെ പേര് വരാത്തടത്ത് പല ആൾക്കാർ എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. രണ്ടും സംഭവിക്കാം. പിന്നെ ബാലൻസ് ചെയ്ത് പോണമല്ലോ. അതുകൊണ്ടൊക്കെയാണല്ലോ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ബാലൻസ് ചെയ്ത് പോയാൽ നിങ്ങൾ രണ്ടും ചേർന്നിരിക്കുമ്പോ ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടും ചേർന്നായിരിക്കും, നിങ്ങൾ രണ്ടുപേരും രണ്ട് രീതിക്കാണ് മുദ്ര കുത്തുന്നത്. സമൂഹത്തിൽ മുദ്ര കുത്തിയിട്ടുണ്ടല്ലോ. നമ്മളെന്തായാലും മുദ്രയെ കുത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ ശ്രമിച്ചു നോക്കി, കിട്ടിയില്ല, ഒത്തില്ല. അപ്പൊ പിന്നെ രണ്ടുപേരിലേക്ക് എന്താണ് വാ ചോദിക്കേ. അല്ല, ഞാൻ സമൂഹത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ടോ, സംഗി ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന രണ്ടുപേരും രണ്ട് രീതിക്ക്. മറ്റേതെന്താ പറയുന്നത്, കമ്മി, അതും കൂടെ കമ്മിയിലേക്ക് വരട്ടെ. സംഗി കമ്മി എന്നുള്ള മുദ്ര കുത്തുന്നുണ്ട്. അത് പല ഇതിലും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നിങ്ങൾ രണ്ടുപേരും അങ്ങനെ കുത്തിയിരിക്കുന്ന നമ്മുടെ ഞാനും നികേഷ് സാറും ഒക്കെ ഇരിക്കുന്ന ഒരു വീട്ടിൽ ഇപ്പോഴും അത് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അതിൽ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ അങ്ങനെ മുദ്ര കുത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടും ചേർന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്നതിലേക്ക് കാണുമ്പോൾ നമുക്കൊക്കെ അഭിമാനം. ഈ പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു നിഖില. അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അവർക്ക് എന്തും ആരെയും കുറ്റം പറയാവുന്ന കുറെ സമൂഹം, ഒരു ജോലിയും ഇല്ലാതെ കുറെ വാട്സാപ്പിൽ കയറി തോണ്ടിക്കൊണ്ടിരുന്ന് നമ്മൾ കുറ്റം പറയുന്നു. പക്ഷെ നിങ്ങൾ ചേർന്നിരിക്കണം, നമുക്കൊക്കെ സന്തോഷമാണുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെയല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നതെന്നാണ്. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഉള്ളിൽ എപ്പോഴും ഒരു സ്നേഹം മാത്രമല്ലേ ഉള്ളൂ നിഖില? അല്ല, എൻ്റെ ഉള്ളിൽ എനിക്ക് രാഷ്ട്രീയമുണ്ട്, ആരും അറിഞ്ഞില്ല. ഒരു മനുഷ്യനായ എല്ലാം വേണം. ഒരാൾക്ക് ഒരാളോട് സ്നേഹം ഉണ്ടാവുക എന്ന് പറയുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരാൾക്ക് പൊളിറ്റിക്സ് ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ടി പൊളിറ്റിക്സ് ആവാം, അല്ലെങ്കിൽ ജീവിതത്തിനോടുള്ള പൊളിറ്റിക്സ് ആവാം. അങ്ങനെ എന്തിനോടുമുള്ളൊരു രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ സ്നേഹം മാത്രമൊന്നുമല്ല, അതായത് ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഇതൊക്കെ ഉണ്ട്, നിങ്ങളുടെ ഇത് മാത്രമാണ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അതായത് അങ്ങനെയല്ല എന്ന് കുറെ പേര് പറയണമെന്നുണ്ടാവാം, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് കുറെ പേര് പറയണമെന്നുണ്ടാവാം. ഇത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇതിനെപ്പറ്റി ബോധർ ചെയ്യുന്നില്ല. ഇതിനെപ്പറ്റി ബോധർ ചെയ്യുന്നത് ഒന്ന് മീഡിയ ആണ്, ഒന്ന് നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കുന്ന സാധനങ്ങൾ കാണുന്ന ജനങ്ങളാണ്. ഞങ്ങൾ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് സംഖ്യയാണോ എന്ന് ചോദിക്കാറില്ല, അല്ലെങ്കിൽ കമ്മയാണോ എന്ന് ചോദിക്കാറില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ബേസിക്കലി ഒരാൾക്ക് രാഷ്ട്രീയം പേഴ്സണൽ ചോയ്സ് ആണ്. അത് അവരുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് അംഗീകരിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിയുള്ള ആൾക്കാരാണ് ഞങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം, മാസോണം സീസൺ 2.